നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ചിരിക്കാനും കളിക്കാനും സന്തോഷിക്കാനും ഒന്നും തോന്നാത്ത ഒരു നിമിഷം. ആ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ എപ്പിസോഡിൻ്റെ ടൈറ്റിൽ തന്നെ ഞാൻ അല്ലാതായ നിമിഷം എന്നാണ്. നമ്മൾ എന്തൊക്കെയോ ആണെന്നാണല്ലോ ധരിച്ചു വച്ചിരിക്കുന്ന ഓരോ വ്യക്തികളും. മനുഷ്യജന്മം എങ്ങനെയൊക്കെ ആയി തീരാം എന്നുള്ളതിൻ്റെ കുറേ ദൃക്സാക്ഷി അനുഭവങ്ങൾ എനിക്കുണ്ടായി. ഞാൻ ഒരു ഇന്ത്യൻ പൗരനാണ്. ഒരു പൗരന് സമൂഹത്തോട് ചില കടമകളും കടപ്പാടുകളും ഒക്കെയുണ്ട്. ഇവിടെ രാഷ്ട്രീയമൊന്നുമല്ല, രാഷ്ട്രീയ വിചക്ഷണനോ രാഷ്ട്രീയ നിരീക്ഷകനോ രാഷ്ട്രീയക്കാരനോ ഒന്നുമല്ല. ഇവിടെ മനുഷ്യ നന്മയ്ക്കായിട്ടുള്ള ഒരു വിരൽ ചൂണ്ടൽ എന്ന് മാത്രമാണ്. ഞാനിവിടെ പറയുന്നത് ഫെബ്രുവരി 24 എൻ്റെ ഒരു ബന്ധു മാൽഡീവ്സിൽ നിന്നും നെടുമ്പാശ്ശേരിയിലെത്തുന്നു. അസുഖങ്ങളുടെ ഒരു കൂമ്പാരവുമായിട്ടാണ് വരുന്നത്. അവിടുത്തെ കുറേ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ ശേഷം നെടുമ്പാശ്ശേരിയിലെത്തുന്ന അദ്ദേഹം നേരെ പോകുന്നത് PRS ഹോസ്പിറ്റലിലാണ്. അവിടുന്ന് പിറ്റേ ദിവസം RCCയിൽ റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ എത്തുന്നു. അവിടുത്തെ സംഭവ ബഹുലമായ കുറേ അനുഭവങ്ങൾ എനിക്കുണ്ടായി. ആ അനുഭവങ്ങളൊക്കെ 1-2 ചാനലുകളിലൂടെ താമസമിന ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ അവസാന ഘട്ടമാണ്, മാരകമായ അസുഖമാണ് ക്യാൻസറും മറ്റും. അപ്പോൾ അത് ചികിത്സിക്കാൻ വരുന്ന രോഗികൾ വിദ്യാസമ്പന്നരും വിദ്യാഭ്യാസമില്ലാത്തവരും എല്ലാ തരത്തിലും പെട്ടവരുണ്ട്. അപ്പോൾ അവർ ഇവിടെ വരുന്നത്, നല്ല ഭാഷയിൽ പറയട്ടെ, വിവരക്കേടാണെന്ന് ചിന്തിക്കരുത്. ഇവിടെ ഓട്ടംതുള്ളൽ കാണാനും ഫാഷൻ പരേഡ് കാണാനുമാണ് അല്ല അവിടെ എത്തുന്നത്. ജീവിതത്തിൻ്റെ അവസാന തുടിപ്പ് കുറേ കാലം കൂടി നിലനിർത്താനുള്ള അശ്രാന്ത പരിശ്രമത്തിൽ വന്ന് കയറുന്നവർ വിദ്യാസമ്പന്നരായിരിക്കണം, അല്ലെങ്കിൽ ആ നിലയിലുള്ളവരായിരിക്കണം എന്നൊക്കെ കരുതുന്നത് ഒരു തെറ്റാണ്. ഇവിടെ കാശ് മുടക്കില്ലാണ്ട് ചെയ്യാൻ കഴിയുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ ആദ്യമായി ഒരാളുമായിട്ട് 4 ദിവസം, ഫെബ്രുവരി 24, 25, 26, 27, അതിനുശേഷം മാർച്ച് 1, 3, 4 എന്നീ ദിവസങ്ങൾ, ഇത്രയും ദിവസത്തെ RCC അനുഭവങ്ങൾ. അതിനുശേഷം 8ഉം 9ഉം തീയതികളിലെ മെഡിക്കൽ കോളേജിലെ അനുഭവങ്ങൾ. 35 വർഷത്തിന് ശേഷമാണ് ദൈവഹിതത്താൽ ഒരു രോഗിയെയും കൊണ്ട് ഞാനും എൻ്റെ മകനും ഈ രോഗിയും രോഗിയുടെ ഭാര്യയും ബന്ധുക്കളും ഒക്കെയായി അവിടെ പോകുന്നത്. സത്യം പറയട്ടെ,
എനിക്ക് ഉറങ്ങാനേ കഴിയാത്ത രാത്രികളും പകലുകളുമായിരുന്നു. ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ മറ്റു നിലയിൽ, സാഹിത്യത്തിലായാലും എഴുത്തിലായാലും അനുഭവത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നേരിൽ കാണുകയും അനുഭവിക്കുകയും 56ഓളം പുസ്തകങ്ങൾ എഴുതുകയും 26ഓളം പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുകയും ചെയ്ത ഒരു എഴുത്തുകാരനാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ഇതൊരു പബ്ലിസിറ്റി സ്റ്റണ്ടോ പബ്ലിസിറ്റി നേടാനുള്ള ഒരു വഴിയോ അല്ല, മറിച്ച് നീ വിചാരിച്ചാൽ, അവിടുത്തെ ഒരു സ്റ്റാഫിനോട് പറഞ്ഞൊരു RCCയിലെ ഒരു സ്റ്റാഫിനോട് പറഞ്ഞ ഒരു ഡയലോഗാണ്, നീ വിചാരിച്ചാൽ ഈ ലോകമൊന്നും നന്നാക്കാൻ പറ്റില്ല, നീ ആരോടെന്ന് പറഞ്ഞാൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യുക, ഒരു ചുക്കും വരില്ല എന്നാണ് ഒരാളുടെ വർത്തമാനം. മറ്റു ചിലർ പറയുന്നത്, നിങ്ങൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മലയാളത്തിലല്ലേ ഞങ്ങൾ പറയുന്നത്, അങ്ങനെ വേറൊരു ഭാഷ്യം. മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാകും, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ, ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ലാത്തതിനോട് പറഞ്ഞാൽ, അങ്ങനെയൊക്കെയുള്ള കുറേയധികം അസ്വസ്ഥമായിട്ടുള്ള അനുഭവങ്ങൾ. പക്ഷേ ഇവിടെ വിരൽ ചൂണ്ടുന്ന ഒന്ന്, നീ ആരോടെന്ന് വെച്ചാൽ ആ നീ എന്നുള്ള ധാർഷ്ട്യം നിറഞ്ഞ മാന്യമായിട്ടുള്ള വർത്തമാനമല്ലാണ്ട് നീ പറഞ്ഞാൽ ഒരു ചുക്കും ഇവിടെ നടക്കാൻ പറ്റില്ല, നീ പറഞ്ഞാൽ ലോകം നന്നാവില്ല എന്നൊക്കെ വളരെ ധാർഷ്ട്യത്തോടും വളരെ മോശമായിട്ടുള്ള കുറേയധികം അനുഭവങ്ങൾ. ഒരു 6-7 പേഷ്യൻസ് രോഗികളുടെ കൂട്ടിരിപ്പുകാരോട് സംസാരിച്ചപ്പോൾ സത്യം ഹൃദയം തകർന്നുപോയി എന്ന് വേണം പറയാൻ. ഒരാൾ പറയാണ്, സാറേ 22 വയസ്സുകാരൻ ആണ്. ഞാൻ വെറുതെ ചോദിച്ച്, ആർക്കാണ്, എന്താണ് അസുഖം? അത് അമ്മയ്ക്കാണ് അസുഖം. പാരിപ്പള്ളി എന്ന സ്ഥലത്ത് നിന്നും വരികയാണ്. അയാൾ പറയാണ്, വീട് വിറ്റ്, കുടുംബം വിറ്റ്, ഇപ്പോൾ ഒന്നുമില്ല, ആകെ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. ഞാൻ പെയിൻറ്റിങ് പണി, സ്പ്രേ പെയിൻറ്ററാണ്. ഇന്ന് ഇവിടുന്ന് അമ്മയെ തിരിച്ച് കൊണ്ടുപോയി സ്പ്രേ പെയിൻറ്റ് ജോലി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വേണം അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ. അതൊരു ഒരാളുടെ കാര്യമാണ്. ഞാനങ്ങനെ ഒരു 8-10 ആൾക്കാരോടുകൂടി സംസാരിച്ചപ്പോൾ സത്യം എൻ്റെ കണ്ണ് നിറഞ്ഞു എന്നുള്ളതാണ്. ഞാൻ ശ്രീബുദ്ധനോ അല്ലെങ്കിൽ ദൈവപുത്രനോ ഒന്നുമല്ല. എങ്കിൽ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആനയോടുകൂടി വേണം മത്സരിക്കാൻ. ആന കുഴിയാനയോടുകൂടി മത്സരിച്ചാൽ എന്താവും ഫലം? ഒരു വിദ്യാഭ്യാസം വളരെ കുറവുള്ള ഇവരോട് കുറേ നേരം ഇംഗ്ലീഷിൽ അസുഖത്തെപ്പറ്റിയും മറ്റും സംസാരിക്കുകയാണ്. പൊട്ടൻ്റെ കാതിൽ ശംഖ് ഊതിയാൽ അത് വിചാരിക്കും തിന്നാനുള്ള വല്ലതുമാണ് കൊണ്ടുവരുന്നത് എന്ന് വിചാരിക്കും പോലെ അരമണിക്കൂറോളം സംസാരിച്ച ഒരു ഡോക്ടർ. ഒടുവിൽ ഇവർ പുറത്തിറങ്ങിയ ശേഷം ഇവരോട് ഞാൻ ചോദിക്കുകയാണ്, എൻ്റെ ബന്ധുവിനോടും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയോടും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും മനസ്സിലായില്ല ചേട്ടാ എന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെയുള്ള ദുരനുഭവങ്ങളുടെ ഒരു പരമ്പര തന്നെയുണ്ട്. പക്ഷേ ഇവിടെ ഉദിക്കുന്ന രാഷ്ട്രീയമോ അങ്ങനെയൊന്നുമില്ല. ഒരു സമൂഹത്തിൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള കണ്ടീഷനിൽ അവസാന കച്ചിത്തുരുമ്പ്, അവസാന പിടിവള്ളി എന്നുള്ള രീതിയിലാണ് ഓരോരുത്തരും അവിടെ എത്തുന്നത്. ഇന്ത്യയിലെ തന്നെ മികച്ച ഒരു ക്യാൻസർ സെൻറ്ററും മികച്ചൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുമാണ്, സംശയലേശമന്യ. ഒരുപാട് നല്ല ഡോക്ടർമാരും ഒരുപാട് നല്ല പ്രവർത്തന പരിചയമുള്ള ഒരുപാട് സ്റ്റാഫുകളും എല്ലാം നിറഞ്ഞതാണ്. പക്ഷേ നഞ്ചന്തിന് നാനാഴി എന്ന് പറയുന്ന മാതിരി വരുന്നവരോട് ഹൃദ്യമായി ഒന്ന് പെരുമാറുക. പെരുമാറ്റച്ചട്ടങ്ങൾ യന്ത്രവൽക്കരിക്കാതെ, നിയമത്തിൽ ഉടക്കി നിൽക്കാതെ
മനുഷ്യ നന്മയ്ക്കാണ് എന്നുള്ള രീതിയിൽ പെരുമാറാനുള്ള ചില കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിചാരിച്ച, അവിടെ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞതാണ്, നിങ്ങൾ വിചാരിച്ചാൽ ഈ ലോകം നന്നാക്കാനൊന്നും പറ്റില്ല, ഞങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട്. അതേസമയം മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ രാത്രി എമർജൻസിയിൽ 6 മണിക്ക് 8-ാം തീയതി അദ്ദേഹത്തെ കൊണ്ട് എമർജൻസി വാർഡിൽ ചെല്ലുമ്പോൾ അവിടുത്തെ നഴ്സുമാരും ഡോക്ടർമാരും ഒന്നും രണ്ടുമല്ല, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് പ്രളയം മാതിരി രോഗികൾ. എല്ലാവരുടെ കേസും ഐശ്വര്യ അങ്ങനെ എന്തോണ് ആ ഡോക്ടറുടെ പേര്, നമ്മുടെ ആരുമല്ല. 6 മണിക്ക് ഈ പേഷ്യൻറ്റിനെയും കൊണ്ട് ഞങ്ങളവിടെ ചെല്ലുകയാണ്. അവരെ കൊണ്ട് കഴിയുന്ന CT സ്കാൻ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ലിഫ്റ്റിൽ പോകുമ്പോൾ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല, ലിഫ്റ്റിൽ കയറാൻ കഴിയുന്നില്ല, പിന്നെ ഉന്തിത്തള്ളി കൊണ്ടുപോകുന്നു. ആരോട് ചോദിച്ചെന്നാലും പലതരത്തിലുള്ള മറുപടികൾ. അങ്ങനെ ഒരു അനുഭവ പരമ്പര തന്നെയുണ്ട്. അപ്പോൾ അത് നീ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ലോകമൊന്നും നന്നാവില്ലടാ എന്ന് പറഞ്ഞ അവൻ്റെ ബോധമനസ്സ്, ആ ഹുങ്ക് 4:30 മണി കഴിയുമ്പോൾ പെട്ടിയും കിടക്കെ എടുത്ത് പോകുന്നവർ, ഒരു കൗണ്ടറിൽ പണമടയ്ക്കാൻ ചെന്നാൽ അവിടെ 4 പേർ കൂടിയാൽ വേറെ കൗണ്ടറിൽ ചെല്ലുമ്പോൾ അവിടെ ചുമ്മാതെ കമ്പ്യൂട്ടറിലിരുന്ന് നോക്കി തട്ടിക്കൊണ്ടിരിക്കുകയാണ്. 4,000, 5,000, 10,000 കണക്കിന് ആൾക്കാർ വർക്ക് ചെയ്യുന്ന വലിയ വലിയ പ്രോജക്റ്റിലെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയായി വർക്ക് ചെയ്ത ഒരുവനാണ് ഞാൻ. അപ്പോൾ എനിക്കറിയാം കമ്പ്യൂട്ടറിനകത്ത് എന്ത് ചെയ്താൽ എന്ത് റിസൾട്ട് വരുമെന്നുള്ളത്. ഇതോടുകൂടി പറയുന്നതല്ല. ആനയോടുകൂടി വേണം ഏറ്റുമുട്ടാൻ എന്ന് പറഞ്ഞ മാതിരി വിദ്യാഭ്യാസം ഇല്ലാത്തവനെ അവരുടെ കഴിവുകേടുകളും മനസ്സിലാക്കി അവരോട് വളരെ സ്നേഹമസൃണമായി പറയുക. ഞാനിവിടെ പറയാമെന്ന് ഞാനല്ലാതായ നിമിഷം എന്ന് നിങ്ങളോട് പറയാൻ കാര്യം, ഈ സമൂഹത്തിലെ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ആർക്കാണ് ഗ്യാരണ്ടി ഇത്ര കാലം ജീവിക്കും എന്നുള്ളത്? ആർക്കാണ് ഗ്യാരണ്ടി? ഞാനിവിടെ വേദവും വേദാന്തവും ഒന്നുമല്ല പറയുന്നത്. മനുഷ്യൻ്റെ പെരുമാറ്റ ശൈലിയിൽ മാറ്റങ്ങൾ വരണം. ഒരു പുഞ്ചിരി മതി നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് എനർജി ഉണ്ടാകാൻ. അപ്പോൾ ഒരു പരമ്പര തന്നെ ഒരു 2-3 ലക്കത്തിൽ എനിക്കവിടെ ഉണ്ടായ അനുഭവങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അതിൻ്റെ ഷൂട്ടൊക്കെ താമസിയാതെ ഉണ്ടാവും. ഒരാൾ നന്നായാൽ ലോകം നന്നായി. എല്ലാവരെയും നന്നാക്കണ്ട, നമ്മൾ സ്വയം നന്നാവുക, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവിടെ ഉണ്ടായ കുറേയധികം അനുഭവങ്ങൾ അത് പറഞ്ഞാൽ തീരില്ല. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഞാനല്ലാതായ ഒരു നിമിഷം അത് ഓരോ മനുഷ്യനും കാണേണ്ടതും ചിന്തിക്കേണ്ടതുമാണ്. 8-ാം തീയതി വൈകുന്നേരം ഈ രോഗിയും രോഗിയുടെ ഭാര്യയും ഞാനും എൻ്റെ മകനും പനി കൂടിയിട്ട് പെട്ടെന്ന് എമർജൻസി കൊണ്ട് ചെല്ലുകയാണ്. 6 മണിക്ക് ഇവിടുന്ന് പോകുമ്പോൾ 2 ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ കുടിച്ചിട്ടുള്ളൂ. രോഗി കുറച്ച് ഭക്ഷണം കഴിച്ചു. വന്ന് കിടന്നപ്പോൾ ഭയങ്കര പനിയും വിറയലും. അവരുടെ മാനസികാവസ്ഥ കണ്ട് ഞാനും എൻ്റെ മകനും കൂടി അവരെ എമർജൻസിയിൽ കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്ന് അവിടെ കാണിച്ച് ഉടനെ എക്സ്റേ എടുക്കാൻ പറയുന്നു, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 100 നൂലാമലകൾ. അത് സ്വാഭാവികമാണ് താനും. അവിടെ ഒരാൾ മാറി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവരെ എല്ലാം വളരെ നല്ല രീതിയിൽ അവരുടെ എല്ലാം മാനസിക നില മനസ്സിലാക്കി പെരുമാറുന്നൊരു ഡോക്ടറും അവിടുത്തെ നഴ്സുമാരും. അവരെ അപ്രീഷിയേറ്റ് ചെയ്തേ കഴിയൂ, അഭിനന്ദിച്ചേ കഴിയൂ. അത് കഴിഞ്ഞ് CT സ്കാൻ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ് ലിഫ്റ്റിൽ പോകുമ്പോൾ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. എമർജൻസി ആയിട്ട് ജീവൻ മരണ പോരാട്ടത്തിന് പോകുമ്പോൾ ഇത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. 1-ാം നിലയിൽ നിന്ന് 7-ാം നിലയിൽ പോകുന്നു. 30 കൊല്ലത്തിന് ശേഷം പോകുന്ന തമ്പാനൂരിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ രോഗിയെയും കൊണ്ട് അവിടെ പോകുമ്പോൾ എനിക്കറിയില്ല എങ്ങോട്ടൊക്കെ പോകണം എന്നുള്ളത് എനിക്കറിയില്ല. ഒടുവിൽ തപ്പിപ്പിടിച്ച് 1-ാം നിലയിൽ ചെല്ലുമ്പോൾ ട്രോളിയിൽ കിടത്തിക്കുന്ന ട്രോളി
ലിഫ്റ്റിനുള്ളിൽ കയറുന്നില്ല. രണ്ടാം നിലയിലേക്ക് പോകാൻ പ്രസ് ചെയ്ത് ഒരു 5-6 മിനിറ്റ് നിന്നിട്ടും അത് അനങ്ങുന്നില്ല. അവിടുത്തെ സെക്യൂരിറ്റിക്കാരോട് പറഞ്ഞപ്പോൾ ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് തന്നെ 10-12 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്നും ഇറങ്ങി നടന്നും ഓടിയും എൻ്റെ മകൻ താഴത്തുനിന്ന് റിസപ്ഷനിലെ സെക്യൂരിറ്റിക്കാരോട് പറഞ്ഞപ്പോൾ ഇത് വരും 4ാമത്തെ നില വരെ പോലും ഈ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. ഒടുവിൽ വേറൊരു വാർഡിൽ ചെന്ന് അവിടുത്തെ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ മനസ്സിൻ്റെ വിങ്ങലാണ്. പെട്ടെന്ന് സംസാരിക്കുമ്പോൾ 2 മിനിറ്റ് കേട്ട ശേഷം അങ്ങനെ എന്നോട് പറയാണ്, നിങ്ങൾ അടുത്തിരിക്കുന്ന ചൂണ്ടിക്കാണിച്ചിട്ട് അങ്ങനെയോട് സംസാരിക്കുക. മനുഷ്യൻ്റെ മനസ്സ് വിങ്ങി പൊട്ടി സംസാരിക്കുമ്പോൾ ഞാനപ്പോൾ ചോദിച്ചു, യു ആർ ഫ്രം? ഐ ആം ഫ്രം മേഘാലയ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ആദ്യമേ എനിക്ക് മലയാളം മനസ്സിലായി, ഐ ഡോണ്ട് നോ മലയാളം എന്ന് പറഞ്ഞാൽ ഇത്രയും പുരാണം അദ്ദേഹത്തിനോട് പറയില്ല. അങ്ങനെ ഞാൻ അവിടുത്തെ ഒരു സിസ്റ്റർ, നിങ്ങൾ എന്നോട് സംസാരിക്കുക, അവിടുത്തെ സിസ്റ്ററോട് സംസാരിക്കൂ. വളരെ നെഗ്ലിജിബിളായിട്ടാണ് അവിടെ ഇരിക്കുന്ന വേറൊരാൾ പറഞ്ഞത്. അവിടുന്ന് ആ നഴ്സിനെ കണ്ടിട്ട്, കാല് പിടിക്കാം സിസ്റ്ററെ, ഇവിടെ ഒരു ചെറിയ ട്രോളി ഉണ്ടെങ്കിൽ തന്നെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു രോഗിയും കൊണ്ട് മുകളിലത്തെ നിലയിൽ പോകേണ്ടതാണ്. അവിടെ കിടക്കുന്ന ട്രോളി എടുത്തോളൂ. അങ്ങനെ ഞാൻ ട്രോളി എടുത്ത് ഞാൻ ഓടുകയാണ്. ഓടി അവിടെ ചെല്ലുമ്പോൾ ഇടതുവശത്തുള്ള അത് വർക്ക് ചെയ്യുന്നതാണ്. അത് 2ാം നിലയിൽ പോകുന്നതാണ്. 2ാം നില വരെ ഉള്ളൂ. വല്ല വിധന ഇദ്ദേഹത്തെ എടുത്ത് അതിനകത്ത് എടുത്ത് 2ാം നിലയിൽ കൊണ്ടുപോയ ശേഷം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെയും 3-4 നിലകൾ പോകണം. എങ്ങനെ പോകണം, ഏത് തരത്തിൽ പോകണം എന്നറിയില്ല. ഒരു മരണവെപ്രാളം തന്നെയാണ് നമുക്ക്. ഒടുവിൽ അവിടുന്ന് വേറൊരു സിസ്റ്ററെ ഒക്കെ വിളിച്ച് ഓടിച്ച് കൊണ്ടുവന്ന് ഇടവഴികളിലൂടെയൊക്കെ ചെന്ന് ഏറ്റവും മുകളിൽ ചെന്നപ്പോൾ 100 കണക്കിന് രോഗികളാണ്. ഞാൻ കണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ആകെ 1-2 ഡോക്ടർ, 1-2 നഴ്സുമാർ, കട്ടിലിലും തറയിലും അങ്ങനെ നിൽക്കാൻ വയ്യാത്ത അവസ്ഥ. ഒരു തുള്ളി വെള്ളം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതുവഴി കംപ്ലീറ്റ് താഴെ വന്ന് റോഡിലിറങ്ങിയാൽ തിരിച്ചു കയറാൻ കയ്യിൽ പാസില്ല. ഇവിടെ പഴയ കെട്ടിടത്തിൽ താമസിക്കുന്ന ആൾക്കാരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പുതിയ കെട്ടിടത്തിൽ കൊണ്ടുപോകണം. നടന്നും ലിഫ്റ്റിൽ കയറിയും ഇറങ്ങിയും തിരിഞ്ഞും മറിഞ്ഞും അവിടെ ചെല്ലുമ്പോൾ 1-1.5 മണിക്കൂർ പിടിക്കും. അതെന്തുകൊണ്ട് പഴയ നിലയിൽ തന്നെ ഒരു സെക്ഷനിൽ ലബോറട്ടറി വെച്ച് കഴിഞ്ഞാൽ അവിടെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലേ? എങ്ങനെ ഒരു രോഗിയുടെ ആൾ അവിടെ പോകും? നിലത്ത് കാലൂന്നാൻ വയ്യ, ഇരിക്കാൻ വയ്യ. അങ്ങനെയൊക്കെയുള്ള കുറേ അനുഭവത്തിൽ ഒരു തുള്ളി വെള്ളം കിട്ടാണ്ട് ഈ ഫ്ലോറുകൾ കംപ്ലീറ്റ് താഴെ ചെന്ന് റോഡിൽ പോയാൽ മാത്രമേ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിക്കാൻ പറ്റൂ. അവിടെ ചെന്നൊരു സ്ത്രീയോട് വളരെ താഴ്മയോടുകൂടി പറഞ്ഞു, ലേശം വെള്ളം തരുമോ കുടിക്കാൻ? അത്യാവശ്യം ചിലവഴിക്കാനുള്ള പൈസ കയ്യിലുണ്ട്. പക്ഷേ ഇതെങ്ങനെ വാങ്ങിക്കാൻ പോകും? പോയാൽ തിരിച്ച് വരണം എന്നുണ്ടെങ്കിൽ ഇത്രയും തളർന്നിരിക്കുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ ഞാനും എൻ്റെ മകനും നിരന്തരം 3-ലോട്ട് പോകുന്നു, 4-ലോട്ട് പോകുന്നു, പുതിയ ബിൽഡിങ്ങിലോട്ട് വരുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെ ഇതാണ്. ഇന്നത്തെ സിസ്റ്റർമാരോട് നഴ്സുമാരോട് പറഞ്ഞു, ഇയാൾക്ക് ഭയങ്കര വിറയിലാണ്, ഉടനെ തന്നെ എന്താ ട്രിപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞു. അവിടെ കിടക്കട്ടെ. ഒരു രോഗി കിടക്കുന്നു. ഇതൊരു നല്ല ആരോഗ്യവും നല്ല തടിയുമുള്ളൊരു വ്യക്തിയാണ്. ഒരു വയസ്സായ മനുഷ്യനൊക്കെ രോഗിയായ മനുഷ്യനെ നീക്കി കിടത്തിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇദ്ദേഹത്തെ കൂടെ കിടത്തുകയാണ്. 200ഓളം പേഷ്യൻസ്. അവിടുത്തെ ഡോക്ടർ എന്നോട് ചോദിക്കുകയാണ്, ഒരാൾ എത്ര പേരെ നോക്കും, എത്ര പേരെ ശുശ്രൂഷിക്കും? അപ്പോൾ സാമ്പത്തിക ഭദ്രതയും അതും ഇതുമുള്ള ഒരു വലിയ മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിനുള്ള ഒരു 4-5 ഡോക്ടർമാരെ നിയമിച്ചൂടെ? എൻ്റെ ഉള്ളിൽ തോന്നിയ ചോദ്യമാണ്. 2.5-3.5 മണിക്കൂർ ആ ട്രോളിയിൽ ആ സ്ട്രക്ചറിൽ കിടത്തിരിക്കുകയാണ്. ഒടുവിൽ പല പ്രാവശ്യം ചെന്ന് നേഴ്സിനോടും മരോടും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ, നിങ്ങൾ കാണുന്നില്ലേ സാറേ? അങ്ങനെ നമ്മുടെ മരണപ്രാളം ഇത്. ഒടുവിൽ അവിടെ കിടന്ന് ഓക്സിജൻ മാസ്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു അവിടെ നിന്ന് തന്നു. നിങ്ങൾ വന്ന അവിടെ തന്നെ അത് വാങ്ങിച്ചുകൊണ്ട് വരണം. അപ്പോൾ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ താഴെ നിന്ന് തന്നെ വാങ്ങി വരുമായിരുന്നു. പിന്നെ തിരിച്ച് പുറത്ത് പോയാൽ എവിടെ നിന്ന് വാങ്ങണം, എങ്ങനെ വാങ്ങണം എന്നറിയില്ല. അങ്ങനെയൊക്കെയുള്ള നിരന്തരമായിട്ടുള്ള ഇതിന് ശേഷം വീണ്ടും ദാഹം. 8-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് ആ ഹോസ്പിറ്റലിൽ കയറിയാണ് രോഗിയുമായിട്ട്. ഒരു വക കഴിക്കാനോ എന്നിട്ട് പോകാനോ തിരിയാനോ വയ്യ. അദ്ദേഹത്തിൻ്റെ
സഹധർമ്മിണിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല, എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. ചുരുക്കി പറയട്ടെ, അവിടെ നിന്നും 2 മണി, 3 മണി, 4 മണി, വല്ല വിധേന 5 മണിയാക്കി 6 മണിയാക്കിയത് 6 യുഗങ്ങൾ താണ്ടിയ മാതിരിയാണ്. ആരോട് എന്ത് ചോദിക്കാൻ, ആരോട് എന്ത് പറയാൻ? ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു കുപ്പി വെള്ളം വാങ്ങണമെന്നുണ്ടെങ്കിൽ അവൻ താഴെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വേണം. അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ഇതൊന്നും ആര് വിചാരിച്ചാലും തീരാൻ കഴിയില്ലെങ്കിലും ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. ഇതിനൊന്നും കാശ് മുടക്കില്ല. ബുദ്ധിപരമായിട്ടുള്ള സമീപനവും മനുഷ്യത്വപരമായിട്ടുള്ള പ്രവൃത്തികളും ഉണ്ടെങ്കിൽ ഈസിയായിട്ട് കടന്നു പോകാവുന്ന വഴികളാണ്. ഒരു വിധത്തിൽ 6 മണിയായപ്പോഴത്തേക്കും ICUയിൽ രോഗിയെ കൊണ്ടുപോകും. അപ്പോഴത്തേക്കും പിറകിലും ചുമയും അസ്വസ്ഥതകളും, ആകെ ഫ്രസ്ട്രേഷൻസ്, അസ്വസ്ഥതകളുടെ ഒരു കൂമ്പാരം തന്നെയാണ്. അപ്പോഴത്തേക്കും കയ്യിലിട്ടിരുന്ന ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് ഓക്സിജൻ കൊടുത്തുകൊണ്ടിരുന്നു. അവിടുന്ന് വല്ല വിധേനെ MICUയിലെ ICU സെക്കൻഡ് യൂണിറ്റിൽ കൊണ്ടുവരികയാണ്. വേറൊരു നഴ്സിനെ കൂടെ പറഞ്ഞ് എൻ്റെ കരച്ചിലും കണ്ണുനീരും ഒക്കെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, സിസ്റ്റർ, ആ പയ്യൻ്റെ ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. കുടുംബ വീട് വന്നിട്ട് കുഴിത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ്. കുഞ്ഞുങ്ങൾ പറക്കമുറ്റാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ദാരിദ്ര്യത്തിൻ്റെ മേഖലയിൽ കഴിഞ്ഞുകൂടുന്നവരാണ്. ഒന്ന് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കണം എന്ന് പറഞ്ഞ് 6 മണിയായപ്പോൾ അവിടെ നിന്നും ട്രോളിയിൽ കയറ്റി ICUയിൽ കൊണ്ടുവന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചില സുഹൃത്തുക്കളെയും അവരെല്ലാം വിളിച്ച് അവരുടെ ബന്ധുക്കളും ഒക്കെ തിരഞ്ഞ് അവിടെ വന്ന് ICUയിൽ കയറ്റി. വളരെ നല്ല സംയമനത്തോടുകൂടിയുള്ള പെരുമാറ്റമായിരുന്നു ഡോക്ടർ. അപ്പോഴേക്കും രോഗിയുടെ വായിൽ നിന്നും ബ്ലഡ് ഇങ്ങനെ വന്നു തുടങ്ങി. ചുരുക്കത്തിൽ പറയട്ടെ, 10 മണിയായപ്പോൾ, ഇന്നലെ രാവിലെ 10 മണിയായപ്പോൾ അദ്ദേഹം മരിച്ചു. മരണം കഴിഞ്ഞ് അതിൻ്റെ പ്രൊസീഡിങ്സ്, അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ബോഡി ആംബുലൻസിൽ കയറ്റി ഞാനും ആ മൃതദേഹത്തിന് അടുത്തിരിക്കുകയാണ്. അവിടുന്ന് 1.5 മണിക്കൂർ കൊണ്ട് കുഴിത്തറ എന്ന സ്ഥലത്തെത്തുന്നു. അവിടുത്തെ നാട്ടുമ്പുറത്തുള്ള ജനങ്ങളുടെ മനോവികാരം അത് അനുഭവിച്ചറിയണം. നിലവിളിയുടെ ഒരു പരമ്പര, നെഞ്ചത്തിടിയും വിളിച്ചുപോലും കഴിഞ്ഞ കാലവുമെല്ലാം. കഴിഞ്ഞ മാസം 24-ാം തീയതി വന്ന് 6-7 ദിവസം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു നടന്നു. ആ രോഗി ഈ ലോകത്തോട് വിട പറയുമ്പോൾ ശരിക്കും മനസ്സ് മുങ്ങിയായിരുന്നു. ഇനിയാണ് എൻ്റെ ഞാനല്ലാതായി തീർന്ന അനുഭവം ഞാൻ നിങ്ങളോട് പറയുന്നത്. 8-ാം തീയതി രാത്രി 6 മണിക്ക് കുടിച്ച കുറേ വെള്ളവും 9-ാം തീയതി ഇന്നലെ ഇത് നിങ്ങളോട് പറയുമ്പോൾ ഇന്നലെ ആ ദേഹം എരിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസമേ കഴിഞ്ഞുള്ളൂ. ഇതിനിടയിൽ 6-7 ദിവസത്തെ ഉറക്കമൊഴിച്ചു. 6-7 ദിവസമേ കുറച്ച് ചായയല്ലാണ്ട് ആഹാരമൊന്നും കഴിക്കാൻ വയ്യാത്ത അവസ്ഥ. എന്ന് വെച്ചാൽ ഒരേ സമയത്ത് 3 കാര്യങ്ങൾ പറയണം. ഇവിടുത്തെ സ്കാനിൻ്റെ റിപ്പോർട്ട് എടുക്കുമ്പോൾ 1 മണിക്ക് ലാബ് അടയ്ക്കും. അതിന് അവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അവിടെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 11 മണിക്ക് മുമ്പേ വീണ്ടും ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ പ്ലേറ്റ് കുറവാണോ മറ്റൊന്നും നോക്കണം. അങ്ങനെ നിരന്തരമായിട്ടുള്ള ഓട്ടവും അകൽച്ചയും അറിവില്ലായ്മയും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. നിങ്ങൾ 6-ാം നിലയിൽ പോകൂ എന്ന് പറയുമ്പോൾ നമ്മൾ 6-ാം നിലയിൽ പോവുകയാണ്. അപ്പോൾ 6-ാം നിലയിലത്തെ സ്ഥിതി എന്താണ്? ഇവിടെയല്ല, പുതിയ ബിൽഡിങ്ങിൽ 6-ാം നമ്പറാണ്. അപ്പോൾ താഴെ നിന്നും അല്ലെങ്കിൽ ഒരു സെക്ഷനിൽ നിന്നും പറഞ്ഞു വിടുമ്പോൾ പഴയ ബ്ലോക്കല്ല, പുതിയ ബ്ലോക്കിലെ 6-ാം നമ്പർ എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടില്ല. ഈ വയ്യാത്ത ഈ രോഗിയെ കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ തന്നെ ഒരു 15 പ്രാവശ്യം നടന്നിട്ടുണ്ട്. അപ്പോൾ ചെല്ലുന്നിടത്തുള്ള നിങ്ങൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിങ്ങൾക്ക് മലയാളം അറിയില്ലേ എന്നാണ് ചോദ്യം. എല്ലാവരും എല്ലാത്തിലും മികവുണ്ടായാൽ, ഞാൻ അവിടുത്തെ ഒരു വിദ്യാഭ്യാസം
ഭയങ്കരമായിട്ടില്ലാത്ത അല്ലെങ്കിൽ മാന്യമായിട്ടുള്ളൊരു സ്ത്രീയോട് ഓങ്കോളജി, ഡെർമറ്റോളജി, പത്തോളജി, വെർണോളജി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥമോ കാര്യമോ വല്ലതും അറിയാമോ? സാറേ, എനിക്കൊന്നും അറിയില്ല, ഞാൻ MA ഒക്കെ കഴിഞ്ഞതാണ്, മനസ്സ് ഇവിടെയൊന്നുമല്ല, ഭർത്താവില്ല, അച്ഛനെയും കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാണാത്തതും അനുഭവിക്കാത്തതുമായിട്ടുള്ള കുറേയധികം അനുഭവങ്ങളും അതോടൊപ്പം ഭയങ്കര ദാഹം എന്ന് വെച്ചാൽ വയറ്റിനകത്ത് ഒരു വായില്ല, ആകെ 3-4 ചായ കുടിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ ഇന്നലെ രാത്രി 6 മണിയായപ്പോൾ അവിടെ കൊണ്ടുവന്നപ്പോൾ മരണ വീട്ടിൽ ആരോടെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ ചോദിക്കാൻ പറ്റുമോ? ഈ ദേഹവും കൊണ്ട് അവിടെ ഇറക്കി വെച്ചിട്ട് ഇറങ്ങി പുറത്തുള്ള 1-2 പേരോട് ചോദിച്ചു, ഇവിടെ അടുത്തെവിടെയെങ്കിലും കടയുണ്ടോ? അത് ഊട് വഴിയാണ്, റബ്ബർ എസ്റ്റേറ്റുകളുമൊക്കെ പെടുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ കുഞ്ഞു വീട്. ഞാൻ അവിടുന്ന് അല്പദൂരം നടന്നപ്പോൾ ഇങ്ങനെ ആടി നടക്കുകയാണ്. ആഹാരത്തിൻ്റെ കണിയ 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. കുറച്ചു ദൂരം നടന്നൊരു വീടിൻ്റെ നടയിൽ നിൽക്കുക. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എഴുത്തുകാരൻ, അവാർഡ് കിട്ടിയവൻ, 10-12 ചാനൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ ശരവൺ മഹേശ്വർ എന്ന നാമം കേട്ടവൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരുകൾ നമുക്ക് നിറച്ചെഴുതാം. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 9 പേജോളം ശരവൺ മഹേശ്വർ എന്ന് കാണുന്നു. അഭിനേതാവ്, ഡയറക്ടർ, ഇത് ആന, ചേന, പൂന എന്നൊക്കെ പറയുന്നു. ആ ആൾ ഒരു നിമിഷം എത്ര ചെറുതാകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് 24-26 മണിക്കൂർ നേരത്തെ അലച്ചിലിനൊടുവിൽ വയറിൽ ഒരു വക കഴിച്ചിട്ടില്ല. അങ്ങനെ ഒരു വീടിൻ്റെ മുന്നിൽ നിന്നിട്ട് ഒരു പട്ടി ഒരു വീടിൻ്റെ മുന്നിൽ നിന്നാൽ എങ്ങനെയുണ്ട്? അതാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. ഇത് ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് നടന്ന സംഭവമാണ്. മരണ വീട്ടിൽ 100 കണക്കിന് ആൾക്കാർ ദിഗന്ധം പൊട്ടുമാർ ഉച്ചത്തിൽ അവരുടെ വേദനകളും, ആ വീട്ടിൽ തന്നെ ഈ മരിച്ച ആളിൻ്റെ അമ്മ 86 വയസ്സായ സ്ത്രീ നിലവിളിക്കുന്നു, കരയുന്നു. എന്നെ കൊണ്ടുപോകാതെ എൻ്റെ ഒരേ ഒരു മകനെ കൊണ്ടുപോയല്ലോ. ഭാര്യയുടെ നിലവിളി, മക്കളുടെ നിലവിളി, അങ്ങനെ നിലവിളികളുടെ ഒരു പ്രപഞ്ചം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോടെങ്കിലും ഒരു തുള്ളി വെള്ളം കേൾക്കാൻ കഴിയുമോ? അങ്ങനെ നടന്ന് കുറേ ദൂരം വന്ന് ഈ ഒരു വീടിൻ്റെ നടയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മനസ്സ് ഇച്ഛിച്ചു, 2 പഴമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ 24 എനിക്കിങ്ങനെ തല ചുറ്റുകയാണ്. നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ. ആൾക്കാരൊക്കെ എന്നെ ശ്രദ്ധിക്കുകയാണ്. ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? ഒരു തുള്ളി വെള്ളം കുടിക്കാൻ വയ്യ, തൊണ്ട വരണ്ടിട്ടിട്ട് ആരോടെങ്കിലും ഏതെങ്കിലും വെള്ളം കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിരിക്കുന്നൊരു അവസരത്തിലാണ് കുറച്ചു ദൂരം നടന്ന് ഒരാളിനോട് ചോദിച്ചു, ചേട്ടാ, ഇവിടെ അടുത്തെവിടെങ്ങാനും കടയുണ്ടോ എന്തെങ്കിലും? അത് സാറേ, ഒരു കിലോമീറ്റർ നടക്കണം. നടക്കുമ്പോൾ കാലം നിലത്ത് ഉറയ്ക്കുന്നില്ല. അങ്ങനെ കുറേ ദൂരം നടന്ന് ആരും കാണാണ്ട് മരണ വീട്ടിൽ വന്നവൻ ആഹാരം കഴിക്കാൻ ചെന്ന് നിൽക്കുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ വീടിൻ്റെ നടയിൽ കുറേ നേരം നിന്നപ്പോൾ ദൈവമേ എന്നറിയാണ്ട് വിളിച്ചു. ശരിക്കും ഞാനല്ലാതായി എന്ന് വേണം പറയാൻ. ആവശ്യത്തിന് കുറച്ച് കാശ് കയ്യിലുണ്ട്. അപ്പോൾ പട്ടിയുടെ കുരയും നിലവിളിയും കേട്ട് ഒരു സ്ത്രീ അവിടെ ഇറങ്ങി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം പറയാനുണ്ട്, താഴെ ഇറങ്ങി വരണം. അങ്ങനെ ഞാൻ ഇറങ്ങി ചെന്നപ്പോൾ അവിടുന്ന് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു, നന്ദു. അദ്ദേഹം അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയുള്ള ജോലികളെല്ലാം ചെയ്തിട്ട് കോയമ്പത്തൂരായിരുന്നു. ഇപ്പോൾ പുതിയ ഡെസ്റ്റിനേഷൻ നോക്കുകയാണ്. നല്ലൊരു ചെറുപ്പക്കാരൻ, വിദ്യാസമ്പന്നൻ. അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നന്നായിട്ട് വിശക്കുന്നു, കുറച്ച് പഴമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു പടലയോ 2 പടലയോ ഒരു കൊലയായിരുന്നാലും ശരി, എത്രയാണെന്ന് വെച്ചാൽ വില തരാം. അല്ല സാറേ, ചോറും ഇതൊക്കെ ഉണ്ട്. നമ്മൾ ചോറും ഒന്നും വേണ്ട, അത് കഴിക്കാനുള്ള മനസ്സൊന്നുമില്ല. 1-2 പഴമോ അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും മരത്തിലെന്തെങ്കിലും കപ്പയ്ക്കയോ ചക്കയോ എന്ന് വെച്ചാൽ അത്രമാത്രം വിശപ്പാണ്. ഒരു ദിവസമായിട്ട് പട്ടിണിയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇത്രയും 3-ാം നിലയിൽ നിന്നും 6-ാം നിലയിലേക്കും 6-ാം നിലയിൽ നിന്നും 3-ാം നിലയിലേക്കും അങ്ങനെയൊക്കെ ഓടി വയ്യ. കാശ് തരാം, ഫ്രീ ആയിട്ട് എനിക്കൊന്നും വേണ്ട, ലേശം എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ വളരെ നന്നായി എന്ന് അയാളോട് പറയുമ്പോൾ ശരിക്കും ഞാനല്ലാതായി തീർന്നു. വീട്ടിനകത്ത് കയറിയിരിക്കൂ എന്ന് പറയുന്നു.
സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഈ മരിച്ച വീട്ടിലെ വിളി കേട്ടപ്പോൾ കരുതി ആ വയസ്സായ അമ്മയായിരിക്കും മരിച്ചത്, ഞങ്ങളുടെ ഒരു ബന്ധു കൂടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സംസാരിക്കാനേ കഴിഞ്ഞില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊക്കെ വളരെ പ്രയാസത്തിലാണ്. 8-ാം തീയതി ഹോസ്പിറ്റലിൽ കയറി 9-ാം തീയതി വൈകുന്നേരം ഇവിടെ വരുമ്പോൾ വിശപ്പും ദാഹവും. ഇവിടെ എന്തെങ്കിലും നടക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ്. എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ 1 കിലോമീറ്റർ പോകണം. പിന്നെ ആരോടും പറയാൻ പറ്റില്ല. മരണ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ആഹാരം വേണമെന്ന് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ എൻ്റെ മുഖഭാവമൊക്കെ കണ്ടിട്ട് 2-3 ഏത്തപ്പഴം കൊണ്ടു തന്നു. ഞാൻ പറഞ്ഞു, ചെറുപഴം വല്ലതും ഉണ്ടോ? ഇല്ല. അതിൽ ഒരു പഴം കഴിച്ചു. കട്ടൻ ചായ കട്ടൻ ചായ 1 ഗ്ലാസ് കട്ടൻ ചായ തന്നു. പിന്നെ കുറച്ച് ചിപ്സും തന്നു. ചിപ്സ് കഴിക്കാത്ത ഒരാളാണ് ഞാൻ, എനിക്കധികം ഇഷ്ടമല്ല. പക്ഷേ വിശന്ന് തല പുകഞ്ഞിരിക്കുമ്പം ചിപ്സെന്ന് വേറെ വല്ലതും ഉണ്ടോ? ഒരു കുഞ്ഞു പ്ലേറ്റിൽ കുറച്ച് അതും ഒരു പഴവും കഴിച്ച് ഈ കട്ടൻ ചായയും കുടിച്ചിട്ട് നന്ദുവുമായി ഒരു 10-15 മിനിറ്റ് സംസാരിച്ചു. നന്ദി, ഞാനിതൊരിക്കലും മറക്കില്ല നന്ദു എന്ന് പറഞ്ഞ് എൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡൊക്കെ കൊടുത്ത്, ഞാൻ നിങ്ങളെ കണ്ടിട്ടുമില്ല, നിങ്ങൾ എന്നെ കണ്ടിട്ടുമില്ല എന്ന് പറയണേ. അവിടെ ചെന്ന് ഞാൻ ഇവിടെ വന്ന് ആഹാരമൊക്കെ ചോദിച്ച് വാങ്ങിച്ച് കഴിച്ചിട്ട് പോയ ഒരാളാണ് എന്ന് പറയുമ്പോൾ മനുഷ്യ മനസ്സല്ലേ, അവർ ഏതൊക്കെ തരത്തിൽ ചിന്തിക്കാം. ഇതിനെക്കാട്ടിയും വലുതാണോ അത്? 8-10 ദിവസം ഒരു വ്യക്തിക്ക് വേണ്ടി സമയം ചിലവഴിച്ച് ജീവിതത്തിൻ്റെ ആരോഹണങ്ങളും അവരോഹണങ്ങളും മനസ്സിലാക്കും മുമ്പേ ഒരു കുടുംബത്തെ അനാഥമാക്കിക്കൊണ്ട് എന്താണ് അസുഖം എന്ന് നിർണ്ണയിക്കാൻ കഴിയാതെ സ്കാനും എല്ലാ കാര്യങ്ങളും ക്യാൻസറാണോ എന്ന് വെരിഫൈ ചെയ്തു. 100 കണക്കിന് ടെസ്റ്റുകൾ അതെല്ലാം ചെയ്തു. വളരെയധികം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അവർ 10-80,000 രൂപയോളം സ്കാനിങ്ങിനും ബ്ലഡ് ടെസ്റ്റിനും, ബ്ലഡ് വെളിയിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യാനും, 8-ാം തീയതി കൊടുത്ത ഒരു ബ്ലഡിൻ്റെ റിസൾട്ട് 16-ാം തീയതി കിട്ടുള്ളൂ. അങ്ങനെ ടെസ്റ്റുകളും ഒക്കെയായി വളരെയധികം വേദനകളൊക്കെ സഹിച്ച